ലഹരി വിരുദ്ധ ദിനത്തിൽ തൂഫാൻ കപ്പ് 2026 പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ച് കൊച്ചി നഗരസഭ തോപ്പുംപടി 67ാം ഡിവിഷൻ കമ്മിറ്റി. ലഹരി വിമുക്ത സമൂഹത്തിനായി പൊതുസമൂഹം കൈകോർക്കണമെന്ന സന്ദേശവുമായി പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രകാശനവും സംഘടിപ്പിച്ചത് ദിനാചരണത്തിന് മാറ്റുകൂട്ടി. കൌൺസിലർ ജോസഫ് സുമിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് തോപ്പുംപടി SHO ആനന്ദ് KP ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭ തോപ്പുംപടി 67ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ബോധവൽക്കരണ പോസ്റ്റർ പ്രകാശനം, തൂഫാൻ കപ്പ് 2026 പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. കൌൺസിലർ ജോസഫ് സുമിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് തോപ്പുംപടി SHO ഇൻസ്പെക്ടർ ആനന്ദ് KP ഉദ്ഘാടനം ചെയ്തു. വീടിന്റെ പരിസരത്ത് കടകള് നാട്ടുകാർ പലരും ലഹരി ആയിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സോ വേറെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിയിക്കുക. അപ്പം നമുക്ക് അവരെ പിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു വ്യാപനം തടയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പ്രഖ്യാപിക്കണം. സംസ്ഥാന സർക്കാരോടൊപ്പം ഉദ്യോഗസ്ഥരോടൊപ്പം നമ്മളും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ലഹരിയെ നമ്മുടെ ഡിവിഷനിൽ നിന്ന്, ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഡിവിഷനിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിനുള്ളൊരു പ്രക്രിയ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തക സിസ്റ്റർ ലിസി ചക്കാലക്കൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്നത്തെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ അത് സർക്കാർ നേരിട്ട് ഇറങ്ങുകയും ഓരോ മാളങ്ങളിലും പോയിട്ട് അവിടെ നിന്നും ഇത് പിടിച്ചെടുക്കുന്ന ഒരു ഇതാണ്. ഇതൊന്നും സാധ്യമല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ജനങ്ങളെ കേരളത്തെ നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. SHO ആനന്ദ് KP തോപ്പുംപടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ താഹയ്ക്ക് പോസ്റ്റർ കൈമാറി ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സബ് ഇൻസ്പെക്ടർ പ്രിജു KL ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ച് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. തുടർന്ന് നടന്ന തൂഫാൻ കപ്പ് 2026 പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ബ്രൈറ്റ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജുല, ഭീമ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ, ആശാ വർക്കർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൌൺസിലർ കവിത ഹരികുമാർ, അഡ്വക്കേറ്റ് തോമസ് മൈക്കിൾ, PP ജേക്കബ്, മേഴ്സി ആന്റണി, ജോർജ് ജെയ്സൺ, സേവ്യർ ജാക്സൺ, AS ജോൺ, ഷീജ സുധീർ, അവറാച്ചൻ എട്ടുങ്കൽ, സന്തോഷ് കുമാർ, റോമൽ കൊറയ, ദീപ ആന്റണി, ഷീബ ഷാലി, ഷോജി പായ്വ, ബീന ജൂഡി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ തോപ്പുംപടി നിവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി മാക്സിമം ലെവലില് ഇവിടുന്ന് ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ടാക്സ് നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കുന്ന ശ്രമം മാത്രമാണ് തോപ്പുംപടി ലിമിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സമയം, ഏത് സമയം എന്നല്ല, രാത്രി ആയാലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പാതിരാത്രിയാണെങ്കിലും വെളുപ്പിനാണെങ്കിലും പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.